നമസ്കാരം. ജോബ് ഇൻഫോ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു GDSന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ജൂലൈ മാസത്തെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പൊ റിലീസ് ആയിട്ടുള്ളത്. അപ്പൊ ഇതിലേക്കുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ കറക്ഷൻ വിൻഡോ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 6-ാം തീയതി മുതൽ ഓഗസ്റ്റ് 8-ാം തീയതി വരെയാണ്. അപ്പൊ ഇനി അപ്ലൈ ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. അപ്പൊ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ജനുവരി തൊട്ട് തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് GDSന്റെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ നമുക്കറിയാം അതിന് ശേഷം ഇലക്ഷൻ വന്നു. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഇതിനൊരു ഡിലേ വന്നത്. അപ്പൊ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ കഴിഞ്ഞ വീഡിയോയ്ക്കാണെങ്കിൽ ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തു. കമന്റ്സിലൂടെ ആണെങ്കിൽ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു. സോ ഒരു വീഡിയോയിലൂടെ തന്നെ ആ കമന്റ്സിനൊക്കെ ഉള്ള ഉത്തരങ്ങൾ പറഞ്ഞു തരണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കുറച്ച് ഡിലേ വന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് കുറച്ച് ഡിലേ വന്നതുകൊണ്ടാണ് ഞാൻ ആ കമന്റ്സിനൊക്കെ റിപ്ലൈ തന്നത്. എങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഡൗട്ട്സ് തന്നെയാണ്. ഒരുപാട് പേര് കമന്റ്സിലൂടെ ചോദിച്ച് അവർക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഇനി ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള GDSന്റെ കാര്യങ്ങളെല്ലാം, അതേപോലെ പോസ്റ്റ് ഓഫീസ് സംബന്ധമായിട്ടുള്ള ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സുകൾ, അതേപോലെ തന്നെ നമ്മുടെ പുതിയ പുതിയ തൊഴിൽ അവസരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു ചാനലിൽ ലഭ്യമാണ്. തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ചാനൽ റെക്കമെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് പറയുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് സൈക്ലിംഗ് അറിയണോ എന്നുള്ളൊരു കാര്യമാണ്. നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ ആയി തന്നെ പറയുന്നു സൈക്ലിംഗ് അറിയണം. ഇപ്പൊ ലൈസൻസ് ഉള്ളവരാണ്, 2 വീലർ ലൈസൻസ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈസൻസ് കാണിച്ചാൽ മതി. അപ്പൊ ഇൻ കേസ് ഇപ്പൊ ലൈസൻസ് ഇല്ലാത്തവർക്ക് സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മുടെ ഡിവിഷൻസ് ആണെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് സൈക്ലിംഗ് ടെസ്റ്റ് ഒക്കെ നടത്താൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് അത് അറിവുള്ളതായിരിക്കണം എന്ന് നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കേണ്ടതായിട്ടും വരും. അപ്പോൾ അതാണ് ഫസ്റ്റ് ചോദിച്ചൊരു കമന്റ്സിൽ ഉണ്ടായിരുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. അതിനുശേഷം ചോദിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് 10th വരെ മലയാളം പഠിച്ചിട്ടില്ല, അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അറ്റ്ലീസ്റ്റ് 10th വരെ എങ്കിലും മലയാളം പഠിച്ചിരിക്കണം, ഒരു വിഷയമായി എടുത്ത് പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം എന്ന് പറയുന്നത് നമുക്ക് എഴുതാനും വായിക്കാനും കറക്റ്റായിട്ട് അറിയണം. അപ്പൊ അതിനൊരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അറ്റ്ലീസ്റ്റ് 10th വരെ നമ്മൾ മലയാളം പഠിച്ചിരിക്കണം. ഇപ്പൊ നമ്മൾ കേരള സർക്കിളിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഹിന്ദി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി ലോക്കൽ ലാംഗ്വേജ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ അതിലൊന്നും വിഷയമില്ല. നമ്മുടെ കേരളത്തിലാവുമ്പോൾ ലോക്കൽ ലാംഗ്വേജ് മലയാളം പഠിച്ചിരിക്കണം, അറ്റ്ലീസ്റ്റ് 10th വരെ. കുറച്ചുപേര് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഫീസ് പോവും, ഇപ്പൊ ഇതിൽ അപ്ലൈ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മള് അപ്ലൈ ചെയ്യുന്നവരുടെ മാർക്ക് അനുസരിച്ചിട്ടാണ് ഇതിന്റെ ലിസ്റ്റ് വരുന്നത്. ഇതിന്റെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് മാർക്ക് തന്നെയാണ്, SSLC മാർക്ക്. നമുക്കറിയാം നമ്മളൊരു 2010 അല്ല 2008 ഒക്കെ പാസ് ഔട്ട് ആയവർക്ക് 10th ഫുൾ A+ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് കുട്ടികൾക്ക് നല്ല മാർക്കുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ളവർ അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു 89% ആ ഒരു ടൈം പീരീഡ് മേടിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരെക്കാളും പ്രയോറിറ്റി വരുന്നത് ഈ 95% മേടിച്ച ആൾക്കായിരിക്കും. അപ്പൊ അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ മാർക്ക് തന്നെയാണ്. അതിനുശേഷം നമ്മൾ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണോ മെയിൽ കാൻഡിഡേറ്റ് ആണോ, അപ്പം ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് പ്രയോറിറ്റി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ ഇപ്പം ഒരേ മാർക്കുള്ളവർ അപ്ലൈ ചെയ്യുക, അപ്പൊ അതിൽ ഏജ് കൂടുതലുള്ള ആരാണ്, അപ്പൊ അങ്ങനെയുള്ളവർക്ക് പ്രയോറിറ്റി കിട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് ആ ഒരു സെലക്ഷൻ ലിസ്റ്റ് അവർ തയ്യാറാക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മുടെ സെലക്ഷൻ ലിസ്റ്റ് വരുന്നത്. നമുക്കറിയാം ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ജോലി കിട്ടുന്നത്. അപ്പോൾ അതിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തവർക്ക് നിരാശപ്പെടണ്ട. ഇപ്പൊ 95% ഉള്ളവർ മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി, അല്ലാത്തവരൊന്നും വെറുതെ 100 രൂപ കളയണ്ട എന്നുള്ള നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ലിസ്റ്റ് ആണെങ്കിൽ എടുത്തു നോക്കുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് എന്താന്ന് വെച്ചാൽ 95% ആണ് കയറിയിട്ടുള്ളത്. ഒരു 99% ഞാൻ പറയുകയാണെങ്കിൽ 95% ആണ് കയറിയിരിക്കുന്നത്. പിന്നീട് ഈ 95% കിട്ടി ഒരു കുട്ടി കയറിയില്ല.
ഇപ്പൊ ജോയിൻ ചെയ്തില്ലെങ്കിൽ ആ ലിസ്റ്റിൽ അടുത്ത ആളെ വിളിക്കും. അങ്ങനെ 5 പേരെ വരെ വിളിക്കും. അപ്പൊ അങ്ങനെ ഒരു ചാൻസ്, ഒരു പ്രോബബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു വർഷത്തെ ഒരു ലിസ്റ്റ് നോക്കുവാണെങ്കിൽ 5ാമത്തെ ലിസ്റ്റിലൊക്കെ 94% ഒക്കെ ചില ഡിവിഷൻസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു ലക്ക് പോലെയൊക്കെ ഇരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ 95% ഉള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ എല്ലാം നമ്മുടെ മാർക്ക് ബേസ്ഡ് ആണ്. അപ്പൊ കൂടുതൽ മാർക്ക് ഉള്ളവർ അപ്ലൈ ചെയ്യുകയാണ്, നിങ്ങൾ അപ്ലൈ ചെയ്ത ഡിവിഷനിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രയോറിറ്റി അവർക്ക് തന്നെ പോകും. അത്രേ ഉള്ളൂ. അല്ലാതെ 95% ഒരു കട്ട് ഓഫ് ഇതിന് വെച്ചിട്ടൊന്നുമില്ല. നമ്മുടെ മാക്സിമം പറയുന്നത് എന്ന് പറയുന്നത് 95% ആണ്. നമുക്കിപ്പോ ഗ്രേഡ് പോയിന്റിന് നോക്കുമ്പോൾ 95% ആണ് മാക്സിമം മാർക്സ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ മാർക്ക് ഉള്ളവരാണ്. അപ്പൊ തീർച്ചയായിട്ടും പ്രയോറിറ്റി പോകുന്നത് അവർക്ക് തന്നെയായിരിക്കും. ഇനി അടുത്ത ഒരു ആള് കമന്റ്സിലൂടെ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ BPMന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഓഫീസ് ഇരിക്കുന്ന കെട്ടിടം, അതായത് അതിനുള്ള ഒരു സ്പേസ് കണ്ടെത്തേണ്ടത് BPMന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള ഒരു കാര്യം. അപ്പൊ തീർച്ചയായിട്ടും അത് BPMന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ റെന്റിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ റെന്റ് എന്ന് പറയുന്നത് BPM തന്നെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ഭൂരിഭാഗം പോസ്റ്റ് ഓഫീസസിന്റെ കേസസ് എന്ന് പറഞ്ഞാൽ റെന്റ് ഉള്ള പോസ്റ്റ് ഓഫീസുകളുണ്ട്, അതേപോലെ തന്നെ വളരെ തുച്ഛമായ റെന്റില് നിലനിന്ന് പോകുന്ന പോസ്റ്റ് ഓഫീസുകളും ഒരുപാടുണ്ട്. ഈവൻ റെന്റ് കൊടുക്കാണ്ട് തന്നെ ഇപ്പം പബ്ലിക് ലൈബ്രറിയോട് ചേർന്ന്, അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസ് കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് തന്നെ ഒരു സ്പേസ് കണ്ടെത്തി കൊടുത്ത് അങ്ങനെ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസുകളും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളിടത്തുനിന്ന് തന്നെ റെന്റ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ കണ്ടെത്തുന്ന ഒരു സ്പേസ് പോലെ ഇരിക്കും. അപ്പൊ നിലവിൽ പോസ്റ്റ് ഓഫീസ് എവിടെയാണോ അത് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ഇഷ്യൂസ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പറയുക, അല്ലെങ്കിൽ നമ്മുടെ സുപ്പീരിയേഴ്സ് പറയുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ ഒരു ബിൽഡിംഗ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. അപ്പൊ അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ജോബിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ആരെങ്കിലും പഠിപ്പിച്ചു തരുമോ, ഈ ജോബിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഒരാൾ ഡൗട്ടിലൂടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെന്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. 15 days ട്രെയിനിങ് ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞാൽ RICT ഡിവൈസ് യൂസ് ചെയ്തിട്ടായിരുന്നു പോസ്റ്റ് ഓഫീസുകൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറി ഇപ്പൊ ദർപ്പൺ ആൻഡ്രോയിഡ് വേർഷൻ ആണുള്ളത്. അപ്പൊ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ് തന്നിരിക്കും. അപ്പൊ അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്കൽറ്റിയോട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെന്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണോ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്, അതോ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണോ? അപ്പൊ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത്. താലൂക്കിൽ നിന്നുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഫ്രം ദ താലൂക്കാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരാൾ ചോദിച്ചിരിക്കുന്ന ഒരു ഡൗട്ടാണ്. ഇപ്പൊ CBSE പഠിച്ചു, ഇപ്പൊ A1 എന്നുള്ളതിന് എങ്ങനെയാണ് ഗ്രേഡ് പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യുക? അപ്പൊ ഗ്രേഡ് പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട്, A1 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് അവർ പറയുന്ന ഒരു ഗ്രേഡ്, ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഗ്രേഡ് പോയിന്റ് അല്ലെങ്കിൽ ഒരു മാർക്ക് എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ 10ന് അവർ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ പറയുന്നത് 9.5 ആണ്. അപ്പൊ 10 × 9.5 അപ്പൊ 95. അപ്പൊ അങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് പോകേണ്ടത്. ഇപ്പൊ A1 എന്ന് പറയുന്നത് A+നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു പ്രയോറിറ്റി അനുസരിച്ച് ആ ഒരു കോളത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ ഇനി അടുത്തതായിട്ട് ഒരാൾ കമന്റ്സിലൂടെ ചോദിച്ചതാണ്, ബോയ്സിന് ഈ ജോബ് കിട്ടുമോ എന്നുള്ള കാര്യം. അപ്പൊ എന്തുകൊണ്ട് കിട്ടത്തില്ല? ഒത്തിരി ആളുകള് ഇപ്പൊ എനിക്കറിയാവുന്ന ഒത്തിരി പേര് ബോയ്സ് ഈ ഒരു ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ബോയ്സിന് കിട്ടത്തില്ല, ഗേൾസിന് മാത്രമേ കിട്ടുള്ളൂ അങ്ങനെയൊന്നുമില്ല. ബോയ്സ് ഒരുപാട് പേര് ഈ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു പ്രയോറിറ്റി ലിസ്റ്റിൽ വരുമ്പം നമ്മൾ ഒരേ മാർക്ക് വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ഗേൾസിന് ഫീമെയിൽ കാൻഡിഡേറ്റിന് പ്രയോറിറ്റി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. എന്ന് കരുതി ബോയ്സിന് കിട്ടത്തില്ല എന്നല്ല, ഒരുപാട് ആളുകൾ നമ്മുടെ ഡിവിഷനിലാണെങ്കിലും ബോയ്സ് ജോലി ചെയ്യുന്നുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് മേടിച്ചു വെക്കണോ, സെലക്ടഡ് ആയി കഴിഞ്ഞ് മേടിച്ചാൽ മതിയോ തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് അപ്ലോഡ് ചെയ്യണ സമയത്ത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഇൻ കേസ് സെലക്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സമയത്ത് ഇതിനുവേണ്ടി ഓടേണ്ടി വരും. നമുക്കറിയാം നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും
നമുക്ക് എന്തെങ്കിലും ഡിലേ, ഇൻ കേസ് എന്തെങ്കിലും ഡിലേ വന്നാൽ നമ്മൾ ആ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നമുക്ക് അത് ഹാജരാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സ്റ്റൻഡ് ടൈമും കൂടെ മേടിച്ചു ഇത് ഹാജരാക്കാൻ വേണ്ടി ഒരു കുറച്ച് ദിവസത്തെ ഒരു സാവകാശം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈം പീരീഡ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഫെയിൽഡ് ആവും. അപ്പൊ അങ്ങനെയുള്ള റിസ്കുകൾ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യാം. നമുക്ക് ഒരു അക്ഷയ സെന്ററിൽ പോയി നമ്മൾ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ പറ്റും. അപ്പൊ അത് അപേക്ഷിച്ചിടുന്നത് മറ്റുള്ള ജോലികൾക്കാണെങ്കിലും ഒക്കെ ഉപകാരപ്പെടും. അപ്പൊ നമ്മൾ റിസർവേഷൻ ഓപ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും ഞാൻ പറയുന്നു. നമ്മുടെ റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്തിടുക. നമ്മൾ ആ ഒരു ടൈമിൽ കിടന്ന് ഓടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ അടുത്തുള്ള ഒരു അക്ഷയ ചെന്ന് ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിടുക. സോ നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ അതൊരു പ്രോബ്ലം ആകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക. സോ അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഇതിന്റെ റിസൾട്ട് പെട്ടെന്ന് വരുമോ എന്നുള്ളൊരു കാര്യമാണ്, ഡിലേ ആവോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു 2 years ബാക്ക് ഞാൻ പറയുവാണെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു 4 to 5 months കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വന്നിരുന്നത്. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കഴിഞ്ഞ ഒരു വർഷത്തേക്ക് നോക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് വന്നു, അപ്പോയിന്റ്മെന്റുമായി ഒരുപാട് പേർക്ക് പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് പെട്ടെന്ന് തന്നെ വരുമെന്നാണ് വിചാരിക്കുന്നത്. ഇനി അടുത്തെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള അവരുടെ മാർക്ക് തന്നിട്ട് ഇത് കിട്ടുവാൻ ചാൻസ് ഉണ്ടോ, കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അങ്ങനെ എനിക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡിവിഷൻ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന മറ്റുള്ള കുട്ടികൾ, അവരുടെ മാർക്ക്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ആ റിസൾട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഏത് പോസ്റ്റ് ഓഫീസാണോ അവിടേക്ക് നിങ്ങളെക്കാളും കൂടുതൽ മാർക്കുള്ള ഒരാൾ അപ്ലൈ ചെയ്തെന്നിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും പ്രയോറിറ്റി പോകുന്നത് അവർക്കായിരിക്കും. അപ്പൊ അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം നമുക്കങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല. ഒരു 95% ഒക്കെ മാർക്കുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസബിലിറ്റി ഉണ്ട്, അപ്പൊ 95% താഴെയാണെങ്കിലും ജോബ് കിട്ടില്ലേ എന്നുള്ള കാര്യമാണ്. അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഡിസബിലിറ്റി ഉണ്ട്, അതിലും കൂടുതൽ മാർക്കുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കാണ് ആ ഒരു പ്രയോറിറ്റി പോകുന്നത്. എങ്കിലും കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് നോക്കുമ്പം PWD കാറ്റഗറിയിൽ ഒരു 89% ഒക്കെ കയറിയതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡൗട്ട്സ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, അടുത്തൊരു വീഡിയോ ചെയ്തു തരാം. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ ഇൻഫോർമേഷൻസുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നിനെ സപ്പോർട്ട് ചെയ്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.